ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കൊടിയെടുക്കാം, പക്ഷെ ആ കൊടി നിങ്ങൾക്ക് എടുക്കാൻ ശക്തി പ്രദാനം ചെയ്തതോ? അതാണ് ഇന്ത്യയുടെ മൗലികമായ കുഴപ്പം. ആ സ്വാതന്ത്ര്യ ശില്പികൾ തങ്ങളുടേതായ ജീവിത ലക്ഷ്യങ്ങൾ മുൻനിർത്തിയല്ല പണമൊരുക്കിയത്, തങ്ങളുടെ സ്വാർത്ഥത്തിന് വേണ്ടിയല്ല പണമൊരുക്കിയത്. അവർക്കൊന്നും നേടാനുണ്ടായിരുന്നില്ല. അവർക്കെങ്കിലും മരണം മാത്രമായിരുന്നു നേടാനുണ്ടായിരുന്നത്. നേതാവ് സുഭാഷ് ചന്ദ്രബോസിന് മരണം മാത്രമായിരുന്നു അഭിമുഖീകരിക്കാനുണ്ടായിരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ജയിലോ മാത്രം നിറക്കാനേ എന്നാണ് ഓർമ്മിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും നാട്ടിൽ വേണ്ടി അതിനാടുകയും ചെയ്തവരും സമൂഹത്തിന്റെ നേതൃത്വങ്ങളുടെ പിന്തുടർച്ചക്കാരാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ യുവാക്കളായ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ വേളയിൽ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ഇന്നത്തെ ആശംസ. അതായത് നിങ്ങൾ വലിയ ഒരു മഹത്തായ തലമുറയുടെ മുൻകൾക്കാരാണ്. ആ തലമുറയുടെ പിന്തുണക്ക എന്നത് നിങ്ങൾ ശരിക്കും അർത്ഥമാക്കുക. കാരണം അവർ നേരിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ സുരക്ഷിതമാക്കുക. നിങ്ങൾക്ക് മതഭേദചിന്തകൾ വേണ്ട. ജാതിയും മതവും സ്വാർത്ഥക്കാരുടെ ഉദാഹരണങ്ങൾ മാത്രമാണെന്ന് ഓർമ്മിക്കുക. യഥാർത്ഥ മതത്തിലും യഥാർത്ഥ ജാതിക്കും ഒരിക്കലും തന്നെ വിവേചനമില്ല. അത് ഓർമ്മിക്കുക. അപ്പോൾ അത് അനുഭവപ്പെടുത്തുകയോ അത് ഈ തീരാനായപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്റെ വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള അത്തരത്തിലുള്ള പരിഗണനയില്ല. എല്ലാവരും സമന്മാരാണ്, എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും ആദരമാണ് എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അനുഭവം ഇനിയും എല്ലാ അധ്യാപകന്മാർക്കും ഇവിടെ വന്നുചേരുന്ന ആളുകൾക്കും ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മഹത്തായ തലമുറയുടെ പിന്തുണക്കാരാണ് നിങ്ങളെന്ന ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ശില്പികൾ ഭാവി ശില്പികൾ ആണെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ തീർത്ഥസ്ഥാനങ്ങളിൽ നിർമ്മാണ പ്രവർത്തന കേന്ദ്രങ്ങളാണെന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഉദ്ബോധനത്തെ സദാസ്മരിച്ചുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വടക്കി നിൽക്കാതെ നാം ആവശ്യപ്രധാനമായ ഒരു ജീവിതം മേലിൽ നയിക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആശംസിക്കാനുള്ളത്. എന്റെ പ്രസംഗം കുറച്ച് കടുത്തുപോയെന്ന് എനിക്കറിയാം. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം എന്റെ മക്കളാശിച്ച് ഒരിക്കൽ കൂടി. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിലെ ഖയാൽ എന്ന ഒരു സംഗീത രൂപമാണ് ഞാൻ പാടിക്കുന്നത്. ഇന്നത്തെ ശാസ്ത്രീയ സംഗീത പദ്ധതി നമ്മുടെ കർണാടക സംഗീത പദ്ധതിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈക്വൽ തന്നെ രാഗം എല്ലാം ഒന്ന് തന്നെ. നമ്മുടെ രാഗപദ്ധതിയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇതില് ഈ രാഗത്തിന് ശൃംഗാരത്തൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു രാഗമാണ് ബിഹാർ. അപ്പോൾ ഈ ഭാവത്തിൽ നമ്മൾ പാടുന്ന കൃതികളും അതേ രീതിയിൽ തന്നെ ഉള്ളതായിരിക്കണം. ഇതിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ചെയ്യുന്ന ഞാൻ പറയാം, ലട്ട് കുറിച്ച് സുരച്ചാൽ ഞാൻ പാടാണ്, ഹാത്തന്നെ മാൻഡിലേക്ക് പാടാം. ഇതിനർത്ഥം ഞാൻ പറയാം. രാത്രി പറയാണ്, കൃഷ്ണഗീതത്തിൽ പറയാണ്, ലട്ട് കുറിച്ച് എന്റെ മുടി മുഴുവൻ ആളുകൾ അഴിഞ്ഞു പോയിരിക്കുകയാണ്, അഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം. ഇംഗ്ലീഷിൽ വിളിക്കുക അഴിഞ്ഞിരിക്കുക എന്ന് പറയാം. ലട്ട് കുറിച്ച് സൂചിച്ച ജാബാലാണ്. അപ്പൊ കൃഷ്ണഗീതത്തിൽ പറയാണ്, ഒന്ന് വന്നിട്ടൊന്ന് കേട്ടതൊന്നിട്ട് പോകും, എന്റെ മുടിയൊക്കെ അഴിഞ്ഞു പോയിരിക്കുക എന്തായാലും എന്ന് പറയാം കൃഷ്ണഗീതത്തിൽ. അപ്പൊ കാരണം പറയാണ്, ഹാത്തന്നെ മാൻഡിയിലേക്ക് എന്റെ കൈ നിറയെ മൈലാഞ്ചി പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു കക്ഷിയിൽ അല്ലെങ്കിൽ ഒന്ന് വന്നിട്ട് കേട്ടത് വന്നിട്ട് പോയിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അനുസന്ധി വരുന്നത് മാറ്റേക്ക് ബിന്ദിയ എന്നുള്ള എല്ലാവർക്കും അറിയണം. മാറ്റേക്ക് ബിന്ദിയ നെറ്റിയുള്ള പൊട്ട് ഗിരിഗിരി സ്റ്റേജിൽ പോയി കിഴക്കയിലെ വീട് പോയിരിക്കാൻ പറയും. അപ്പോ
ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ആദരണീയരായ വിശിഷ്ടാതിഥികൾ, ശ്രീ സതീഷ് ചന്ദ്ര, ശ്രീ രമേശ് നാരായണൻ, ഈ വേദിയിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ യൂണിയൻ ഭാരവാഹികളോട് പറയുകയുണ്ടായി. പ്രത്യേകിച്ച് സമയം കളയാനുള്ള ഒരു വേദിയല്ല ഇത്. ഇവിടെ കലാപരിപാടികൾക്ക് കേൾക്കുവാൻ ആസ്വദിക്കാനും വേണ്ടി വളരെ ആകാംക്ഷയോടുകൂടി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. എങ്കിലും അവരുടെ നിർബന്ധപ്രകാരം ഞാൻ അല്പം വാക്കുകൾ സംസാരിക്കുന്നതിന് സമ്മതിക്കാനുണ്ടായത്. ഇവിടെ യൂണിയനും വയനാട്ടിലും ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ, മറ്റ് സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, വിദ്യാർത്ഥികളെ, ഇവിടുത്തെ അധ്യാപകരെ, അനധ്യാപകരെ, നമ്മുടെ ശ്രീനാരായണ കോളേജിന്റെ 35ാമത് കോളേജ് യൂണിയൻ പ്രവർത്തനം ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോളേജ് യൂണിയൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ സത്യത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി കർത്തവ്യനിരതരായി തങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാനും കലാലയങ്ങളിലുള്ള തങ്ങളുടെ വിദ്യാഭ്യാസം പരിപൂർണമായി വിജയിപ്പിക്കുവാൻ, നമ്മുടെ കർത്തവ്യം ധർമ്മം മറക്കാതിരിക്കുവാൻ വേണ്ടി അഖണ്ഡനായി സമരം ചെയ്ത് നമ്മുടെ ജീവിതം ധന്യമായി തീരുവാനുള്ള പ്രവണത നിങ്ങളിൽ തുടരരുതേ എന്ന് ആശംസിച്ചുകൊണ്ട് സർക്കാർ വിരമിക്കുന്നു. നമസ്കാരം. സംസാരിക്കാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയായ കൗൺസിലർ രാജേഷ് നാഥുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോളേജ് യൂണിയൻ എന്ന ശ്രീ എ.പി. മധുസൂദനൻ, കണ്ണൂർ എസ്.എൽ. കോളേജിന്റെ 35ാമത് കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ, ഔപചാരികമായി തുടക്കം കുറിക്കാൻ യാതൊരു വിസമ്മത ഭാവവും ഇല്ലാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെത്തിയ കണ്ണൂർ ആകാശവാണിയിലെ അസിസ്റ്റന്റുമായ പ്രമുഖമായ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിരിക്കുന്ന ലോകപ്രശസ്തനായ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ശ്രീ ചൂടാണ്. അന്തരീക്ഷത്തിൽ ചൂടുള്ളതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ചൂടാണ്. അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും. ഈ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കണ്ണൂർ എസ്.എൽ. കോളേജിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വൈകിയാണ്. അതിന് ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളോട്.
വീട്ടിലിരിക്കുന്ന വിശിഷ്ടാർത്ഥികളെ, ബഹുമാന്യരായ അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 35ാമത് കോളേജ് യൂണിയന്റെ ഉദ്ഘാടന വേളയിൽ അല്പം വൈകി മാത്രം ഈ പരിപാടി നടത്തുവാൻ മാത്രമേ നമുക്ക് സാധിച്ചുള്ളൂ. നിങ്ങളോട് ആദ്യമായി തന്നെ ഒരു ഇവിടെ വരവാനി നിലയിൽ ഞാൻ ആഘോഷിക്കുകയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് എന്ന് വാനോളം പാടിയ ശ്രീ നാരായണ ഗുരുവിന്റെ പരിപാലനായ നാമത്തിൽ സ്ഥാപിതമായ ഈ കലാലയത്തിൽ അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ നാം ഓരോരുത്തരും അതിയായി പരിശ്രമിക്കേണ്ടതാണ്. പുറത്തുള്ള രാഷ്ട്രീയ പ്രക്ഷുബ്ധർ ഈ കലാലയത്തിൽ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുത്തുകൊണ്ടും ഈ കോളേജിൽ തന്നെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും വ്യക്തമായിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സന്തോഷ് ജെ മെൻഷൻ. അധ്യക്ഷൻ കോളേജ് യൂണിയൻ ചെയർമാൻ ശ്രീ മസ്തൂർ നബി, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബാബുജി നന്ദർ, 35ാമത് കോളേജ് യൂണിയന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കണ്ണൂർ ആകാശവാണി ആശയം സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ സതീഷ് ചന്ദ്രൻ, വയനാട് സദസ്സിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഹിന്ദു സാഹിത്യജ്ഞൻ ശ്രീ രമേശ്വരനാരായൺ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, ബഹുമാനരായ അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 35ാമത് കോളേജ് യൂണിയന്റെയും വയനാട് അസോസിയേഷന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നിവിടെ വേദിയിൽ നടന്നിരിക്കുകയാണ്. ഈ വർഷത്തെ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം ചില പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് മുൻ വർഷത്തെ കോളേജ് യൂണിയനേക്കാൾ വൈകിട്ട് ഏറെ വിഷമമുണ്ട്. എങ്കിൽ കൂടി